പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാനീശോയെ, വിശുദ്ധ മോണിക്ക പുണ്യവതിയുടെ ഈ നൊവേനയിൽ അങ്ങയുടെ മക്കളായി ഞങ്ങളെ ഒരുമിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് മക്കൾക്കായി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ച ഈ പുണ്യദിനങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ നൊവേനയുടെ 9ാമത്തെ ദിവസം, ഈ അവസാനത്തെ ദിവസം ഞങ്ങൾ വലിയ കൂട്ടായ്മയില് കർത്താവേ തിരുസന്നിധിയില് ഞങ്ങളുടെ മക്കളെല്ലാവരെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നിരന്തരം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, മോശയെ പോലെ കരം വിരിച്ചു നിന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, മക്കളിലേക്ക് ഞങ്ങളിലൂടെ അങ്ങയുടെ കൃപയും അങ്ങയുടെ സംരക്ഷണവും അങ്ങയുടെ ശക്തിയും നിറയപ്പെടുവാൻ എന്നും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാ മാതാപിതാക്കളെയും അഭിഷേകം ചെയ്യണമേ, ശക്തിപ്പെടുത്തണമേ, വലിയ അഭിഷേകത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമാവിധം ഞങ്ങളുടെ മക്കളുടെ പാപങ്ങൾക്ക് വേണ്ടി, അകൃത്യങ്ങൾക്ക് വേണ്ടി, വഴിതെറ്റിപ്പോയ ജീവിതങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ മോണിക്ക പുണ്യവതിയെ പോലെ അഗസ്ത്യന്റെ പാപങ്ങൾക്ക് വേണ്ടി, ഭർത്താവിന്റെ പാപങ്ങൾക്ക് വേണ്ടി മാപ്പ് ചോദിച്ച് അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആ മാപ്പും കരുണയും ആ മക്കളിലേക്ക് ഒഴുക്കി കൊടുത്തുകൊണ്ട് മോണിക്ക പുണ്യവതിയിലൂടെ ആ 2 മക്കളെയും വലിയ മാനസാന്തരത്തിലേക്ക് അവിടുന്ന് നയിച്ചുവല്ലോ. ആ വലിയ കൃപയും അനുഗ്രഹവും ഞങ്ങളുടെ മക്കളില്, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിറയപ്പെടുവാൻ വലിയ ദാഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് കരുണയ്ക്കായിട്ട് ഇനി നൊവേനയില് പ്രത്യേക നിയോഗം വെച്ച് പ്രാർത്ഥിക്കണം. ഇന്ന് പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിന്റെ വലിയ കരുണയ്ക്ക് വേണ്ടി വിശുദ്ധ മോണിക്ക പുണ്യവതിയെ പോലെ കർത്താവിന്റെ തിരുസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കൾ ചെയ്തു പോയ പാപങ്ങള്, അകൃത്യങ്ങള്, അനുസരണക്കേട്, വഴിപിഴച്ച ജീവിതം, മ്ലേച്ഛതകള്, അതിലൂടെ കടന്നു വന്ന പാപത്തിന്റെ, ശാപത്തിന്റെ കടങ്ങള്, പിശാചി ലഭിച്ച അധികാരങ്ങള് എല്ലാം അവസാനിപ്പിക്കപ്പെടണം. ആധിപത്യങ്ങള്, അധികാരങ്ങളൊക്കെ നമ്മുടെ മക്കളെ വിട്ടുമാറി പോകണം. അതിനുവേണ്ടി പാപപരിഹാരം ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ കരുണയുടെ ജപമാല ചൊല്ലി ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ഞങ്ങളുടെ മക്കളുടെ മേലും കരുണയായിരിക്കണമേ എന്ന് തീർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു വലിയ നിയോഗം ഈ 9ാമത്തെ ദിവസം നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മക്കൾ ചെയ്തു പോയ പ്രമാണ ലംഘനങ്ങള്, പാപങ്ങള്, അതിന്റെ അകൃത്യങ്ങള് എല്ലാം കരുണയ്ക്കായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ നൊവേനയിൽ പ്രാർത്ഥിക്കുമ്പോഴൊപ്പം തന്നെ നമ്മുടെ മക്കളും നമ്മളും നമ്മുടെ കുടുംബാംഗങ്ങളും വിശുദ്ധിയിലും ദൈവകൃപയിലും ഒക്കെ ജീവിക്കണം. എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് അവസാന ദിവസം നമുക്ക് ഒരുമിച്ച് നൊവേനയിൽ പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട മോണിക്ക പുണ്യവതി, അങ്ങ് ഒരിക്കൽ ദൂർത്തനായ ഒരു മകന്റെ ദുഃഖിതയായ അമ്മയായിരുന്നു. വിശ്വാസത്തിലും പ്രാർത്ഥനയിലുമുള്ള അങ്ങയുടെ വിശ്വസ്തത അങ്ങയെയും അങ്ങയുടെ മകനെയും ദൈവത്തോട് വളരെ അടുപ്പിച്ചു. അങ്ങ് ഇപ്പോൾ നിത്യതയിൽ അവനോടൊപ്പമുണ്ട്. അങ്ങയുടെ മാധ്യസ്ഥതയാലും ദൈവകൃപയാലും അങ്ങയുടെ മകൻ അഗസ്റ്റിൻ സഭയുടെ മഹത്തായ ഒരു വിശുദ്ധനായി. അങ്ങയുടെ മകനു വേണ്ടി അങ്ങ് പ്രാർത്ഥിച്ച അതേ തീഷ്ണതയോടെയും വേദനയോടെയും സ്ഥിരോത്സാഹത്തോടെയും ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ അപേക്ഷകൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും വലിയ ഭക്തിയോടും കൂടെ വിശുദ്ധ മോണിക്ക പുണ്യവതിയുടെ മധ്യസ്ഥതയിൽ നമ്മയും നമ്മുടെ മക്കളെയും നമ്മുടെ മക്കളുടെ നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ കരുണയ്ക്കായി പ്രാർത്ഥിക്കാം. വിശുദ്ധ മോണിക്ക പ്രാർത്ഥിച്ചിടണമേ, വിശുദ്ധ മോണിക്ക പ്രാർത്ഥിച്ചിടണമേ. ഒത്തിരിയേറെ പാപത്തിൽ കുടുങ്ങിപ്പോയ മക്കള്,
ചെയ്തുകൂട്ടിയ പാപങ്ങള്, അതിന്റെ അകൃത്യങ്ങള്, അതിലൂടെ പിശാചന് ലഭിച്ച മക്കളുടെ മേലുള്ള അധികാരങ്ങള്, അതെല്ലാം തകർക്കപ്പെടാൻ, അതെല്ലാം പരിഹരിക്കപ്പെടാൻ, ദൈവത്തിന്റെ കരുണ മക്കൾക്ക് ചൊരിയപ്പെടാനും ആ കരുണ അനുഭവിച്ചറിയാനും ഇടയാകത്തക്ക വിധത്തിൽ വലിയ മാനസാന്തരവും തിരിച്ചുവരവും നമ്മുടെ മക്കളിൽ സംഭവിക്കണം. മോണിക്ക പുണ്യവതിയുടെ പ്രാർത്ഥനയിലൂടെ മാനസാന്തരം സംഭവിച്ച് മാമോദിസ സ്വീകരിച്ച് ദൈവത്തെ സ്വന്തമാക്കിയ അഗസ്തീനോസിനെ പോലെ നമ്മുടെ മക്കൾ തിരിച്ചു വരണം, പാപത്തെ വിട്ടുപേക്ഷിക്കണം. അതിലൂടെ പാപശക്തികൾ, ശാപശക്തികൾ, മരണശക്തികൾ, സാത്താന്റെ ശക്തികൾ, പാപക്കടങ്ങൾ നമ്മുടെ മക്കൾ വിട്ടുമാറി പോകാൻ വേണ്ടി മോണിക്ക പുണ്യവതിയുടെ മധ്യസ്ഥതയില് ദിവികാനീശോയെ, ഏകരക്ഷകനായ കർത്താവേ, അങ്ങേ തിരുസന്നിധിയില് അങ്ങയുടെ മക്കളായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മോനിക്ക പ്രാർത്ഥിച്ചിടണമേ, വിശുദ്ധ മോനിക്ക പ്രാർത്ഥിച്ചിടണമേ. ഞങ്ങളുടെ മക്കള് സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കണം, പ്രത്യാശയിൽ ജീവിക്കണം, സ്വർഗം കണ്ട് ജീവിക്കണം. ആ ഒരു വലിയ അഭിഷേകത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഈശോയെ. മോണിക്ക പുണ്യവതിയുടെ മധ്യസ്ഥതയിൽ ഞങ്ങളുടെ മക്കൾ ആര് നശിച്ച് ഈ ലോകത്തിൽ അടിഞ്ഞു ഒടുങ്ങി നരകത്തിൽ പോകാൻ പാടില്ല, സ്വർഗത്തിൽ പോകണം. അതിനു വേണ്ട വലിയ അഭിഷേകം, തിരിച്ചുവരവ്, ദൈവിക ജ്ഞാനം, സ്വർഗം കണ്ട് ജീവിക്കാൻ കർത്താവേ ഞങ്ങളുടെ മക്കൾക്ക് ഇടയാകാൻ വേണ്ടി മോണിക്ക പുണ്യവതിയുടെ മധ്യസ്ഥതയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മോനിക്ക പ്രാർത്ഥിച്ചിടണമേ, വിശുദ്ധ മോനിക്ക പ്രാർത്ഥിച്ചിടണമേ. കർത്താവേ ഞങ്ങളുടെ മക്കള് പ്രാർത്ഥനയിൽ വളരട്ടെ, അങ്ങയുടെ സ്നേഹത്തിൽ വളരട്ടെ. അങ്ങനെ ഞങ്ങളുടെ മക്കള് അങ്ങയോട് പ്രാർത്ഥിക്കുമ്പോ അങ്ങയുടെ സ്നേഹവും അങ്ങയുടെ കരുതലും അനുഭവിക്കത്തക്ക വിധം ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തില് ഈശോയെ അങ്ങ് ഇടപെടണം. പലപ്പോഴും ഞങ്ങളുടെ മക്കൾക്ക് പരാതിയ, പ്രാർത്ഥിച്ചിട്ട് കിട്ടണില്ല, കാര്യങ്ങൾ നടക്കുന്നില്ല, എന്തിനാ പ്രാർത്ഥിച്ചിട്ട് കാര്യം, അങ്ങനെയൊക്കെ തോന്നി പോകുന്നുണ്ട് ഈശോയെ ഞങ്ങളുടെ മക്കൾക്ക്. ഇത് ഞങ്ങൾ ഈ അവസാന ദിവസം ഞങ്ങളുടെ മക്കൾക്ക് ഒരു പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ മക്കൾ എപ്പോഴെങ്കിലും തിരിഞ്ഞു വന്നാൽ ആ മക്കളെ അങ്ങ് ചേർത്ത് പിടിക്കണം, അവർക്ക് ചില കാര്യങ്ങൾ അങ്ങ് നടത്തി കൊടുക്കണം. പഠനത്തില്, ജോലിയില്, അവരുടെ പ്രാർത്ഥനകളില് അങ്ങയുടെ സാന്നിധ്യവും ഇടപെടലും അങ്ങയുടെ കരബലം ഈശോയെ ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് അനുഭവവേദ്യമാക്കി കൊടുക്കണം. അങ്ങനെയൊക്കെ ലഭിക്കുമ്പോ ഞങ്ങളുടെ മക്കൾ അങ്ങയെ വിട്ടു പോകില്ല ഈശോയെ. അതുകൊണ്ട് ഞങ്ങളുടെ മക്കളെ അതുപോലെ ചേർത്ത് പിടിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും അവരിൽ പ്രവർത്തിച്ച് അങ്ങ് കൂടെയുണ്ടെന്നുള്ള ബോധ്യം നൽകി ഞങ്ങളുടെ മക്കളെ അങ്ങയോട് ചേർത്ത് പിടിച്ച് അങ്ങയുടെ പൊന്നു മക്കളായിട്ട് കാത്തു സംരക്ഷിക്കണമേ. അതിനുവേണ്ടി പ്രത്യേകിച്ച് ഞങ്ങൾ ആയിരക്കണക്കിന് മക്കൾ ഒരുമിച്ച് മോണിക്ക പുണ്യവതിയുടെ മധ്യസ്ഥത്തില് അങ്ങയുടെ സ്നേഹത്തിനും സൗഹൃദത്തിനും കരുതലിനും സാന്നിധ്യത്തിനും വേണ്ടി ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇടപെടണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് ഞങ്ങളുടെ നിയോഗങ്ങളൊക്കെ അങ്ങ് ഇടപെട്ട് അങ്ങയുടെ സാന്നിധ്യം, ശക്തി ഞങ്ങളുടെ മക്കളെ ഉറപ്പിക്കണമേ എന്ന് വലിയ ദാഹത്തോടെ എളിമയോടെ സ്വയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മോനിക്ക പ്രാർത്ഥിച്ചിടണമേ, വിശുദ്ധ മോനിക്ക പ്രാർത്ഥിച്ചിടണമേ. ഈശോയെ അങ്ങയുടെ മക്കള്, കൂദാശ സ്വീകരിച്ച മക്കള് അതിസ്വാഭാവികമായ കൃപകൾ നിറയപ്പെടട്ടെ. കൃപയ്ക്കുമേൽ കൃപയിൽ ഞങ്ങളുടെ മക്കൾ നിറയട്ടെ. മറ്റുള്ളവരെ പോലെയല്ല, ഞങ്ങളുടെ മക്കൾ വ്യത്യസ്തരാണ്. ആ അഭിഷേകം, ആ ഒരു കരുത്ത്, അത് പഠനത്തില്, ജോലിയില്, ബിസിനസ്സില്, സ്വഭാവത്തില്, ശരീരത്തില്, എല്ലാത്തിലും ഞങ്ങളുടെ മക്കൾ ശക്തരും സജ്ജരുമാകട്ടെ. അതിനുവേണ്ട സ്വർഗത്തിന്റെ സഹായം, അതിസ്വാഭാവികമായ കൃപകൾ, പുണ്യവാന്മാരുടെ ഐക്യം, മാലാഖമാരുടെ പാളയമടിച്ചുള്ള കാവൽ, അമ്മയുടെയും യൗസപിതാവിന്റെയും സംരക്ഷണം, ഇതെല്ലാം നൽകി ഞങ്ങളുടെ മക്കളെ അനുദിനം കാത്തു സംരക്ഷിക്കണമേ എന്ന് മോണിക്ക പുണ്യവതിയുടെ മധ്യസ്ഥത്തിൽ ഈ നൊവേനയുടെ അവസാന ദിവസം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മോനിക്ക പ്രാർത്ഥിച്ചിടണമേ, വിശുദ്ധ മോനിക്ക പ്രാർത്ഥിച്ചിടണമേ. ഒത്തിരി പൈശാചികം നിറഞ്ഞ ലോകം, വശീകരണ യന്ത്രങ്ങൾ, ഭക്ഷണത്തിലൂടെ, കൂട്ടുകെട്ടിലൂടെ, ആഭിചാരത്തിലൂടെ, മന്ത്രവാദത്തിലൂടെ, ക്ഷുദ്രപ്രവൃത്തിയിലൂടെ ഒക്കെ കടന്നു വരുമ്പോ ഇതൊന്നും ഞങ്ങളുടെ മക്കളെ സ്വാധീനിക്കാനോ കീഴ്പ്പെടുത്താനോ അടിമപ്പെടുത്താനോ പറ്റാത്ത വിധം ഈശോയെ അങ്ങയുടെ സംരക്ഷണം ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം.
തിരക്ത് കൊണ്ട് കോട്ട കെട്ടണം. അങ്ങ് പറഞ്ഞില്ലേ സക്കറിയ 2:4-5 ഞാൻ നിങ്ങൾക്ക് ചുറ്റും അഗ്നി കൊണ്ട് കോട്ടയായി, ഞാൻ നിങ്ങൾക്ക് ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയും നിങ്ങളുടെ മധ്യേ ഞാൻ നിങ്ങളുടെ മഹത്വമായിരിക്കും. അങ്ങയുടെ മക്കളെ അങ്ങ് പൊതിഞ്ഞു പിടിക്കണം. ജോബിന്റെ മക്കൾക്കും ചുറ്റും വേലി കെട്ടി സംരക്ഷണം ഏർപ്പെടുത്തിയപ്പോ സാധാരണ കേറാൻ പറ്റിയില്ല. അതുപോലത്തെ സംരക്ഷണം ഞങ്ങളുടെ മക്കൾക്ക്, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക്, ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സംരക്ഷിക്കണമേ. ഒരു പിശാചിനോ ഒരു നാരകീയ ശക്തികൾക്കോ ഒരു ആഭിചാര്യ മന്ത്രവാദ കൂടോത്ര ലവ് ജിഹാദിനോ വശീകരണ ശക്തികൾക്കോ ഹലാലിന്റെ ശക്തികൾക്കോ കടന്നു വന്ന് കീഴ്പ്പെടുത്താൻ പറ്റാത്ത വിധം കർത്താവേ അങ്ങയുടെ നാമത്തിന്റെ ശക്തി ഞങ്ങളിൽ പ്രകടമാക്കണമേ, ഞങ്ങളുടെ മക്കളിൽ പ്രകടമാക്കണമേ, ഞങ്ങളുടെ കുടുംബത്തിൽ പ്രകടമാക്കണമേ എന്ന് ഈ ദിവസം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മോനിക്ക പ്രാർത്ഥിച്ചിടണമേ, വിശുദ്ധ മോനിക്ക പ്രാർത്ഥിച്ചിടണമേ. ഞങ്ങൾ വസിക്കുന്ന വീടുകളെ സമർപ്പിക്കുന്നു, ഉപജീവന മാർഗങ്ങളെ സമർപ്പിക്കുന്നു, സാമ്പത്തിക മേഖലകളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ രോഗത്തിന്റെ മേഖലകളെ സമർപ്പിക്കുന്നു, ആരോഗ്യത്തിന്റെ അവസ്ഥകളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തില്, ഞങ്ങളുടെ കുടുംബാംഗങ്ങളില്, ഞങ്ങളുടെ മക്കളില് തോപിത്തെട്ട് 17 ആരോഗ്യവും സന്തോഷവും കൃപയും നിറഞ്ഞ ഒരു ധന്യമാക്കപ്പെട്ട ജീവിതം ഞങ്ങൾക്ക് ജീവിക്കാൻ ഇടയാകത്തക്ക വിധം കർത്താവേ ഞങ്ങളുടെ കുടുംബത്തിന്റെ മേൽ, സാമ്പത്തിക മേഖലകളുടെ മേൽ, ജോലിയുടെ മേൽ, ഉപജീവന മാർഗങ്ങളുടെ മേൽ, വളർത്തു പക്ഷി മൃഗാദികളുടെ മേൽ, കൃഷി ഇടങ്ങളുടെ മേൽ, സാമ്പത്തിക സ്രോതസ്സുകളുടെ മേൽ വലിയ ദൈവിക കൃപ നിറച്ച് അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ എന്ന്, തിരുമനസാകണമേ എന്ന് കർത്താവേ വിശുദ്ധ മോണിക്ക പുണ്യവതിയുടെ പ്രാർത്ഥനയില്, നവേനയില് അവസാന ദിവസം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മോണിക്ക പ്രാർത്ഥിച്ചിടണമേ, വിശുദ്ധ മോനിക്ക പ്രാർത്ഥിച്ചിടണമേ. നമ്മുടെ എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളും, നമ്മുടെ മക്കളുടെ, നമ്മുടെ കുടുംബത്തിന്റെ, സാമ്പത്തിക മേഖലയുടെ, ജോലി മേഖലകളുടെ, പഠന മേഖലകളുടെ, ഭാവി ജീവിതത്തിന്റെ എല്ലാ നിയോഗങ്ങളും ഒരുമിച്ച് സമർപ്പിക്കാം. നല്ല ഈശോയെ, ഈ 9 ദിവസങ്ങള് ഈ നൊവേനയിൽ ഞങ്ങള് പങ്കുചേരുവാൻ അങ്ങാണ് ഞങ്ങളെ വിളിച്ചത്. വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ മുടങ്ങാതെ ഈ 9 ദിവസം ഞങ്ങൾ പങ്കുചേർന്നു. മക്കളെല്ലാവരും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ അഭിഷിക്തൻ പ്രാർത്ഥിക്കും. ഈ ശുശ്രൂഷക്ക് നേതൃത്വം കൊടുക്കാൻ അങ്ങനെ പ്രത്യേകം ഈ കാലഘട്ടത്തിൽ വിളിച്ചുകൊണ്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി നിരന്തരം കർത്താവ് ഞങ്ങളെ അങ്ങ് വിളിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അങ്ങ് ഉത്തരം നൽകണമേ. നാളെ മുതൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അനുദിന ആഹാരത്തിനു വേണ്ടി, അന്നു വേണ്ട ആഹാരത്തിനു വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്ന പുതിയ ശുശ്രൂഷ ഡെയിലി ബ്രെഡ്, അന്നു വേണ്ട ആഹാരം, അതിനുവേണ്ടി ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. കർത്താവേ ശുശ്രൂഷയില് അനേക കാര്യങ്ങൾ പങ്കെടുക്കട്ടെ. അങ്ങയുടെ വചനത്തിലൂടെ, കൂദാശയിലൂടെ അങ്ങയെ തന്നെ ഭക്ഷണമായി നൽകിക്കൊണ്ട് അങ്ങയുടെ ജീവന്റെ സമൃദ്ധി സ്വന്തമാക്കുന്ന ആഹാരം സ്വീകരിച്ചുകൊണ്ട് അനുദിനം ജീവിക്കുവാൻ, വളരുവാൻ, അനുഗ്രഹം പ്രാപിക്കുവാൻ നാളെ മുതൽ ശുശ്രൂഷയില് ഞങ്ങൾക്കിടയാകട്ടെ. ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിക്കും മക്കളെ, നിയോഗം വെച്ച് പ്രാർത്ഥിക്കും. അന്നു വേണ്ട ആഹാരം ഈശോ പറഞ്ഞില്ലേ, നിങ്ങൾ പ്രാർത്ഥിക്കും മക്കളെ എന്ന്. ഡെയിലി ബ്രെഡ് നമ്മൾ നാളെ മുതൽ ആരംഭിക്കുകയാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് കൃപയിൽ വളരാം മക്കളെ. കർത്താവ് നൽകുന്ന ആഹാരത്തിൽ ഉറപ്പിച്ചുകൊണ്ട് ആഹാരത്തിന്റെ ശക്തിയിൽ നമുക്ക് ജീവിക്കാൻ ഇടയാകണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി അച്ഛൻ പറയണം, മക്കളെ ഉന്നതമായ ശുശ്രൂഷകളിൽ കർത്താവ് നമ്മെ നയിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ ഈ ശുശ്രൂഷ അനേകർക്ക് പകർന്നു കൊടുക്കണേ. ഈ ചാനല് അനേക മക്കൾക്ക് പങ്കുവെച്ചു കൊടുക്കണേ. മക്കൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് മക്കളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് നമ്മുടെ ഈ ശുശ്രൂഷ മുഴുവൻ മുന്നോട്ട് പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങള്, നമ്മുടെ കുടുംബങ്ങള്, നമ്മുടെ മക്കൾക്ക് ലഭിക്കേണ്ട കൃപകള്, അന്നു വേണ്ട ആഹാരം, ഇതിനൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ഈ പ്രാർത്ഥനകളൊക്കെ ഒരുമിച്ച് സ്വർഗമാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പങ്കുചേരാം. ഇതൊരു വലിയ സുവിശേഷ വേലയായിട്ട് ഏറ്റെടുക്കുക. അനേക ആയിരങ്ങളിലേക്ക്, അനേക ലക്ഷങ്ങളിലേക്ക് ഈ മഹാശുശ്രൂഷ കടന്നു ചെല്ലട്ടെ. മക്കൾ അനുഗ്രഹിക്കപ്പെടാൻ, കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ, തലമുറ അനുഗ്രഹിക്കപ്പെടാൻ, സഭ അനുഗ്രഹിക്കപ്പെടാൻ, സ്വർഗത്തിനു വേണ്ടി അനേകം ആത്മാക്കൾ നേടിയെടുക്കപ്പെടാൻ, സ്വർഗം സന്തോഷിക്കുന്ന വലിയ ശുശ്രൂഷയായിട്ട് മാറാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളും നമുക്ക്
നമുക്ക് സമർപ്പിക്കാം. കാർമൽ ധ്യാന കേന്ദ്രത്തിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കും. മക്കളെ, ഇവിടുത്തെ ധ്യാനങ്ങള്, ശുശ്രൂഷകള്, ഓൺലൈൻ മിനിസ്ട്രി എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കും. നമ്മള് ഈ ദിവസങ്ങളിൽ തന്നെ നമ്മുടെ ദിവ്യകാരുണ്യ യാത്രയുമായിട്ട് ബന്ധപ്പെട്ട വാഹനം ഓൾറെഡി എത്തിക്കഴിഞ്ഞു. അതിന്റെ ഇന്റീരിയർ വർക്കുകളൊക്കെ ആരംഭിക്കുകയാണ്, അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. 2 മാസം കൂടി എടുക്കുമെന്ന് പറഞ്ഞ് അതിന്റെ ഇന്റീരിയർ വർക്കും ജപമാല പ്രദർശനത്തിന് വേണ്ട ഒരുക്കങ്ങളും ക്രമീകരണങ്ങളൊക്കെ വണ്ടിയിൽ തന്നെ ചെയ്യണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കും. കർത്താവിന്റെ സാന്നിധ്യം, കർത്താവിന്റെ ശക്തി, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എല്ലാം വിളിച്ചിറക്കിക്കൊണ്ട് ഈ കാലഘട്ടത്തിൽ, ഈ ആത്മീയ പോരാട്ടത്തിൽ തിന്മയ്ക്കെതിരെ നമുക്ക് യുദ്ധം ചെയ്യണം. അതിനുവേണ്ട കൃപകളും അനുഗ്രഹങ്ങളും സാന്നിധ്യവും സംരക്ഷണവും ഒക്കെ തരാൻ യേശു നമ്മുടെ കൂടെയുണ്ട്. പരിശുദ്ധ അമ്മയുണ്ട്, യോസേപ്പ് പിതാവുണ്ട്, മോണിക്കപ്പണിയുണ്ട്, വിശുദ്ധര്, അഗസ്തീനോസ്, മാലാഖമാരെല്ലാവരും ഉണ്ട്. നമുക്ക് ഒരുമിച്ച് നിൽക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വലിയ മാതൃകയും മധ്യസ്ഥയുമായ വിശുദ്ധ മോണിക്ക പുണ്യവതി, അങ്ങയുടെ ആവശ്യങ്ങൾ, ഉത്കണ്ഠകൾ, സങ്കടങ്ങളെല്ലാം ദൈവത്തിന്റെ കരുണയിലും കരുതലിലും അങ്ങ് പൂർണ്ണമായും പരമേൽപ്പിച്ചു. ദുഃഖത്തിലൂടെയും വേദനയിലൂടെയും അങ്ങയെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചു. ദൈവത്തിന്റെ നന്മയിലും കാരുണ്യത്തിലും അങ്ങയെ പോലെ വലിയ ആഴത്തിലുള്ള വിശ്വാസത്തിലും ശരണത്തിലും ഞങ്ങൾ അങ്ങയോടൊപ്പം പങ്കുചേരുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എല്ലാറ്റിലും ഉപരിയായി പ്രിയപ്പെട്ട മോണിക്ക പുണ്യവതി, ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. അങ്ങനെ ഞങ്ങളും ഞങ്ങളുടെ മക്കളും വിശുദ്ധ അഗസ്തീനോസിനെ പോലെ പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ദൈവമഹത്വത്തിനായി വലിയ വിശുദ്ധരായി തീരട്ടെ. ആമേൻ. മകൻ ഇടറി വീഴുമ്പോൾ പിടഞ്ഞെഴുന്നേൽക്കാൻ കൈത്താങ്ങായി സഞ്ചരിച്ച നല്ല അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലോകത്തിന് മുഴുവൻ അങ്ങ് മധ്യസ്ഥയും സഹായവുമായിരിക്കണമേ. മക്കളുടെ നല്ല ജീവിതം സ്വപ്നം കാണാനും അതിനുവേണ്ടി മക്കൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുവാനും സ്ഥിരോത്സാഹത്തോടെ മനസ്സ് മടുക്കാതെ പ്രാർത്ഥിക്കുവാനും അമ്മയുടെ മാതൃക ഞങ്ങൾക്കും അനേക മക്കൾക്കും പ്രചോദനമേകട്ടെ. നല്ല അമ്മയെ, ഞങ്ങളുടെ മക്കളുടെ അമ്മയായിരുന്ന് പരിശുദ്ധ അമ്മയോട് ഞങ്ങളുടെ മക്കൾക്കായി മാധ്യസ്ഥം യാചിച്ച് ദൈവസന്നിധിയില് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും സമർപ്പിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, 9 ദിവസത്തെ നൊവേന ഇന്ന് അവസാനിക്കുകയാണ്. വലിയ അഭിഷേകം, കൃപ, ദൈവിക ഇടപെടലുകൾ അനേകം മക്കൾ സാക്ഷ്യപ്പെടുത്തി. നമ്മുടെ കുടുംബത്തിനും മക്കൾക്കൊക്കെ കർത്താവ് നൽകി കഴിഞ്ഞു. ഇനിയും സ്ഥിരോത്സാഹത്തോടെ മുന്നോട്ട് പോകുവാൻ നമുക്കിടയാകട്ടെ. പറഞ്ഞ പോലെ നാളെ മുതൽ നമ്മൾ പുതിയൊരു അഭിഷേക ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ഡെയിലി ബ്രെഡ്. ഈശോ പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ലേ, അന്നു വേണ്ട ആഹാരം. പ്രാർത്ഥിക്കും മക്കളെ. നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളൊക്കെ സമർപ്പിച്ചുകൊണ്ട് അതിനു വേണ്ട ആ അഭിഷേകത്തിന്റെ ആഹാരം കർത്താവ് അന്നു വേണ്ട ആഹാരം തരും. അതുകൊണ്ട് നമ്മൾ ആരംഭിക്കുകയാണ് ഡെയിലി ബ്രെഡ്, അനുദിന ആഹാരം, അന്നു വേണ്ട ആഹാരം. വചനത്തിലൂടെ, കുദാശയിലൂടെ, വചന സന്ദേശങ്ങളിലൂടെ, ആരാധനയിലൂടെ, ജപമാലയിലൂടെ ഒക്കെ നമുക്ക് വേണ്ട അന്നു വേണ്ട ആഹാരം കർത്താവ് തരികയാണ്. അതിനുവേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിച്ചൊരുങ്ങാം. നിങ്ങൾ അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ നിരന്തരം നിങ്ങൾക്ക് വേണ്ടി ദിവസങ്ങളൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇനിയും പ്രാർത്ഥിക്കും. നമ്മുടെ നിയോഗം ഒറ്റ കാര്യമുള്ള, നമ്മുടെ മക്കൾ പടയാളിയുടെ ആവനാടിയിലെ അസ്ത്രങ്ങൾ പോലെ ശക്തരാകണം, സജ്ജരാകണം, മാരകമായ ആയുധങ്ങളാകണം. എന്തിനെതിരെ? തിന്മയ്ക്കെതിരെ, സാധാനെതിരെ. കീഴ്പ്പെടാൻ പാടില്ല, തകർന്നു പോകാൻ പാടില്ല, അടിമപ്പെടാൻ പാടില്ല. നമ്മുടെ മക്കൾ ജയിക്കണം. അതിനുവേണ്ടിയാണ് നമ്മുടെ ശുശ്രൂഷകൾ മുഴുവനും ഓഗസ്റ്റ് 27-ാം തീയതി മുതൽ മോണിക്ക പ്രാർത്ഥനയിലൂടെ ഇന്നുവരെ കർത്താവ് നമ്മെ നയിച്ച ഒറ്റ ലക്ഷ്യമുള്ളൂ: മക്കൾ, കുടുംബം, നമ്മുടെ മക്കളുടെ വിജയം. പോരാടാം. നമ്മൾ പോരാടിയാൽ കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്ത് നമ്മെ വിജയത്തിലേക്ക് നയിക്കും. അതുകൊണ്ട്
നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാം. ഒരു നിമിഷം കണ്ണലടച്ച് എല്ലാ അനുഗ്രഹങ്ങളും എടുത്ത് നന്ദി പറഞ്ഞ മക്കളെ, ഈ ദിവസങ്ങളെ ഓർത്ത് നന്ദി പറയാം. നാളെ മുതൽ ആരംഭിക്കാൻ പോകുന്ന ഡെയിലി ബ്രെഡ് അനുദിന അന്നു വേണ്ടി ആഹാരത്തിന് ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥനയിൽ ഒട്ടും മാന്ദ്യം വരുത്തുന്നില്ല, കൂടുതൽ തീക്ഷ്ണതയോടെ മുന്നോട്ട് പോവുകയാണ്. അതിനുവേണ്ടി അഭിഷേകത്തിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ മീഡിയ, നമ്മുടെ ചാനല്, നമ്മുടെ ശുശ്രൂഷ അനേകായിരങ്ങളിലേക്ക് എത്താൻ വേണ്ടി പ്രാർത്ഥിച്ച് ഇത് പങ്കുവെച്ച മക്കളെല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഈ ചാനല്, ഈ ശുശ്രൂഷ അനേകരിലേക്ക് പങ്കുവെച്ചു കൊടുത്ത മക്കളെല്ലാവരെയും ഈശോയെ അനുഗ്രഹിക്കണമേ. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. ദിവികാന യാത്രയുമായിട്ട് അതിനുവേണ്ടി സഹായിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണം. ഇനിയും പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ഈ ദിവ്യാന യാത്രയുടെ വാഹനമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടേണ്ടതുണ്ട്. അതിനു വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ഒരു നിമിഷം അതിനുവേണ്ടി പ്രാർത്ഥിച്ച മക്കളെ, ദിവികാരുണ്യ യാത്രകളും ജപമാല പ്രദക്ഷിണങ്ങളും സ്വർഗത്തിന്റെ വലിയ അഭിഷേകമായിട്ട് മാറാൻ വേണ്ടി നമ്മുടെ ശുശ്രൂഷ വാഹനം അതിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും മക്കളെ. അതിനോട് സഹായിക്കുന്ന അനേക മക്കളുണ്ട്. അവരെല്ലാവരെയും ഈശോയെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. ഇത് പങ്കുവെച്ചുകൊണ്ട് അനേകരിലേക്ക് എത്തിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. സമർപ്പിച്ച എല്ലാ പ്രാർത്ഥനകളും ഏറ്റെടുത്ത് കൃപ ചൊരിയണമേ. നിശബ്ദമായ ഒരു നിമിഷം നന്ദിയോടെ എല്ലാ നിയമങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദം നമുക്ക് സ്വീകരിക്കാം മക്കളെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ ഈശോയേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പൂർണ്ണദണ്ഡ വിമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ 9 ദിവസങ്ങൾ നവേനെ പങ്കെടുത്ത് പ്രാർത്ഥിച്ച എല്ലാ മക്കൾക്കും വലിയൊരു വിമോചനവും വിടുതലും, നമ്മുടെ മക്കൾക്കും പൂർണ്ണദണ്ഡ വിമോചനം ലഭിക്കാനും കർത്താവിന്റെ കരുണയും സ്നേഹവും സ്വന്തമാക്കാനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവിന്റെ നിയോഗാർത്ഥം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം മക്കളെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഇന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ദിവ്യകാരുണ്യത്തിൽ നിന്ന് പ്രവഹിക്കുന്ന ജീവന്റെ സമൃദ്ധിയെ നിറച്ച് ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും മക്കളെയും അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.